നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർജൻറ്റീന നവംബറിൽ കേരളത്തിലേക്ക് വരില്ല എന്നുള്ളത് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമ്മൾ മനസ്സിലാക്കി. എഫ്ഐയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നവർ അങ്കോളയിൽ മാത്രമേ ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ കളിക്കുന്നുള്ളൂ എന്നാണ്. അപ്പോൾ കേരളത്തിലേക്ക് വരുന്നില്ല. സ്വാഭാവികമായിട്ടും ഇതിലൊരു വിശദീകരണം കേരളത്തിലെ സ്പോൺസറുടെ ഭാഗത്ത് നിന്ന് വരേണ്ടതാണ്. ഇപ്പോൾ അദ്ദേഹം FBയിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ പ്രതിനിധി ആൻഡോ അഗസ്റ്റിൻ ഇപ്പം ഫേസ്ബുക്കിലൂടെ ഒരു കാര്യം അറിയിച്ചിരിക്കുന്നു. അടുത്ത ഫിഫ വിൻഡോയിൽ കേരളത്തിൽ കളിക്കും അർജൻറ്റീന എന്ന്. അടുത്ത ഫിഫ വിൻഡോ നമുക്കറിയാമല്ലോ, മാർച്ചിലാണ്. അപ്പോൾ മാർച്ചിൽ കേരളത്തിൽ കളിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഫിഫ അനുമതി ലഭിക്കാനുള്ള കാലതാമസം കൊണ്ട് നവംബറിലെ കളി മാറ്റിവെക്കാൻ FAയുമായിട്ടുള്ള ചർച്ചയിൽ ധാരണയായി. അതിൻ്റെ ഭാഗമായിട്ട് മാറ്റിയതാണ് എന്നാണിപ്പോൾ ആൻഡോ അഗസ്റ്റിൻ അറിയിച്ചിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ FB പോസ്റ്റ് നോക്കാം. ഫിഫ അനുമതി ലഭിക്കുവാനുള്ള കാലതാമസം പരിഗണിച്ച് നവംബർ വിൻഡോയിലെ കളി മാറ്റിവെക്കാൻ FAയുമായുള്ള ചർച്ചയിൽ ധാരണ. കേരളത്തിൽ കളിക്കുന്നത് അടുത്ത വിൻഡോയിൽ പ്രഖ്യാപനമുടൻ, അതായത് അടുത്ത വിൻഡോയിൽ മാർച്ചിൽ കേരളത്തിൽ കളിക്കുമെന്ന് അധികം വൈകാതെ തന്നെ പ്രഖ്യാപനം വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. റിപ്പോർട്ടിൻ്റെ ചില ആളുകൾ FAയുമായിട്ട് അല്ലെങ്കിൽ FAയുടെ പ്രതിനിധികളുമായിട്ട് ചർച്ച ചെയ്യുന്ന ചിത്രങ്ങൾ അവർ ഈ ആൻഡോ അഗസ്റ്റിൻ ഈ ഒരു പോസ്റ്റിൽ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ നമ്മൾ മാർച്ച് വരെ കാത്തിരിക്കണം. മാർച്ചിൽ വരും എന്നാണ് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നവംബറിൽ വരും. ഓസ്ട്രേലിയക്കെതിരെയാണ് നവംബർ 17 കളി എന്നൊക്കെ ഉറപ്പിച്ച് പറഞ്ഞിരുന്നതാണ്. 25-ാം തീയതി മുതൽ ടിക്കറ്റ് വിൽപ്പന ആരംഭിക്കാൻ കഴിയുമെന്നും അദ്ദേഹം നേരത്തെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. ഇനിയിപ്പോൾ മാർച്ചിൽ വരും എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം അറിയിക്കുന്നത്. അധികം വൈകാതെ പ്രഖ്യാപനമുണ്ടാകും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.